റീ റിലീസുകൾ നടക്കുന്ന ഒരു കാലമാണ്. സാറിന് ഏതെങ്കിലും പടങ്ങൾ ഇനിയും റീ റിലീസിന് വരുമോ എന്ന് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത്. വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയോ എന്തോ പറഞ്ഞു, മാർച്ചിലാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഈ കമ്മീഷണർ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഉം. ഞങ്ങളത് ഇടപെട്ടിട്ടില്ല, അതൊക്കെ അവർ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. ഉം. ഇപ്പൊ ലാലേട്ടൻ പടം ഇനി ഒരു ലാലേട്ടൻ ശശികല എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. പക്ഷേ എനിക്കൊരു നല്ല സബ്ജക്റ്റ് കിട്ടണ്ടേ എന്ന് ഇതൊക്കെ ഞാൻ മാക്സിമം ചെയ്ത് നിൽക്കുകയാണത്. മോഹൻലാലിനെ വെച്ചിട്ട് മാക്സിമത്തിൽ നിൽക്കുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള സാധനമാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി ഇത്തവണത്തെ പോലെ ഞാൻ എന്താ പറയണ്ടേ, അല്ലേ, പതിവ് പോലെ ഇന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്നത്തെ പോലെയല്ല, ഇന്നത്തെ പ്രത്യേകത പുതിയ ചിത്രയുടെ ഐറ്റംസ് എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞു പുതിയ പൊങ്കാലയിൽ. പിന്നെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ്, അല്ലാതെ വേറെ നമുക്ക് പുതിയൊന്നും ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഇവിടെ ലോകത്ത് സമാധാനം ഉണ്ടാവണം. സ്ഥിരം ആൾക്കാർ പറയും, പക്ഷേ ക്ലീശയാണെന്ന് പറയും, പക്ഷേ അല്ല, നമുക്ക് സമാധാനം വന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവും. അത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ ബാധിക്കും. അത് ഒന്നും വേണ്ട. അത് ദൈവത്തോർത്ത് നമ്മുടെ ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര അതൊന്ന് ഈ അങ്ങനത്തെ മനസ്സിനെ എല്ലാം ശാന്തമാക്കണേ എന്ന്. അനുജി നേരത്തെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും നിർബന്ധമുണ്ട് ഇങ്ങനെ പൊങ്കാല ദിവസം ഇവിടെ വേണം എന്നുള്ളത് സാറിൻ്റെ ഒരു നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അങ്ങനെ വരുന്നൊരു ശീലം. എൻ്റെ നിർബന്ധമല്ല, ഇദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ്. മസ്റ്റായിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ തീർച്ചയായിട്ടും കിട്ടുന്ന സമയത്തല്ലേ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട്. നാളെ രാവിലെ എനിക്ക് തിരിച്ചു പോകണം. എങ്കിലും ഞാൻ ഓടി വന്നതാണ്. കൂടെ നിൽക്കണ്ടേ, സപ്പോർട്ട് ചെയ്യണ്ടേ, അതിനുവേണ്ടിയാണ്. മകൻ്റെ പുതിയ ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴുള്ളൊരു ഫീല്? അല്ല, അവൻ നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. നന്നായിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജോണറിൽ പെട്ടതല്ല അത്. എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ വേറൊരു ഇമോഷണൽ ഒരു ഫിലിമാണെന്ന് പറഞ്ഞു. ഇമോഷണൽ കണക്ട് ചെയ്യുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ എല്ലാം പരീക്ഷിക്കണം. ഞാൻ അങ്ങനെ വന്നപ്പോൾ എനിക്ക് 5 സിനിമകൾ ആദ്യം എല്ലാ ജോണറും പരീക്ഷിച്ചിട്ടാണ് ഞാൻ ആക്ഷനിലോട്ട് കയറിയത്. അപ്പോൾ ഏതാണ് ജനം അക്സെപ്റ്റ് ചെയ്യുന്നത് അതിലോട്ട് കയറിക്കോളന്ന് അങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ചോദിക്കുന്ന ഒരു ക്ലിഷ ചോദ്യമാണ്, സാറിൻ്റെതായ എന്തെങ്കിലും ഉപദേശങ്ങൾ മകനുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെട്ടാൽ അവൻ്റെ ക്രിയേറ്റിവിറ്റി ബാധിക്കരുത്. അവൻ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. നമ്മൾ ഇവിടെ ഒരു കുക്ക് ചെയ്യുന്നു, ഞാൻ കൂടി എന്തെങ്കിലും മസാല ഇട്ടാൽ കുഴപ്പമില്ലേ. അവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇടപെടുത്തരുത്. വേറെ എന്ത് വേണം ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോ സ്ഥിരം പ്രേക്ഷകനാണോ? അതെ, ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ നോക്കും. ഇഷ്ടമുള്ളൊരു വിഭവം എന്തായിരിക്കും ചേച്ചി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല മട്ടൺ സ്റ്റൂവും അപ്പവും. ഈ സമയത്ത് റീ റിലീസുകൾ നടക്കുന്ന ഒരു കാലമാണ്. സാറിന് ഏതെങ്കിലും പടങ്ങൾ ഇനിയും റീ റിലീസിന് വരുമോ എന്ന് ആളുകൾ ചോദിക്കും. ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയോ എന്തോ പറഞ്ഞു, മാർച്ചിലാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഈ കമ്മീഷണർ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് ഇടപെട്ടിട്ടില്ല, അതൊക്കെ അവർ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ പടം ഇനി ഒരു ലാലേട്ടൻ ശശികല എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. പക്ഷേ എനിക്കൊരു നല്ല സബ്ജക്റ്റ് കിട്ടണ്ടേ എന്ന് ഇതൊക്കെ ഞാൻ മാക്സിമം ചെയ്ത് നിൽക്കുകയാണത്. മോഹൻലാലിനെ വെച്ചിട്ട് മാക്സിമത്തിൽ നിൽക്കുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള സാധനമാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ശരിക്കും ഞങ്ങൾ നല്ലൊരു ആക്ഷൻ പടം മിസ് ചെയ്യുന്നുണ്ട് സാറിൻ്റെ എന്നറിയാം. ഇല്ല, അതിനുവേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആക്ഷൻ എനിക്ക് പ്രോബ്ലം ഇല്ല. എനിക്ക് കണ്ടൻറ്റാണ് എൻ്റെ മുഖ്യം. അത് നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയാലേ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും. അതിനുവേണ്ടി വീണ്ടും തലവെച്ച് കൊടുക്കണോ? ഞാൻ പടം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നല്ല സബ്ജക്റ്റ് കിട്ടിയെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷനാണ്. താങ്ക് യു വെരി മച്ച്.